ഹായ് ഓൾ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല ജലദോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പനിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ചന്തൂട്ടനാണെങ്കിൽ പനി ഇങ്ങനെ വിട്ടാണ് പനിക്കണവന്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും പനിയായിരുന്നു. അപ്പോൾ അതന്നെ പിന്നെ 2 ദിവസം ഞാൻ സ്കൂളിൽ വിട്ടില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമല്ലോ എന്ന് വിചാരിച്ചു. തേച്ചോട്ടും പിന്നെ ഒരാഴ്ച മുന്നേ തന്നെ ലീവായിട്ടാണ്. അവന് ജലദോഷം കൊണ്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കിപ്പം അങ്ങനെ എന്താണെന്ന് അറിയില്ല. ആദ്യം അങ്ങനെ ഇവർക്ക് വന്നാലൊന്നും എനിക്കങ്ങനെ പെട്ടെന്നൊന്നും വരണ ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവർക്ക് വരണ കൂട്ടത്തിൽ എനിക്കും എല്ലാ ട്രിപ്പും വന്നു പോകുന്നുണ്ട് കേട്ടോ. ഞാനീ പറയണതിൻ്റെ ഇടയിൽ ചില ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ, വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സൗണ്ടുകളാണ് കേട്ടോ പെടുന്നത്. പിന്നെ മഴയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുന്നത്. മഴ കാരണം ഇപ്പോൾ തുണികളൊന്നും അങ്ങോട്ട് ഉണങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളിൽ നമുക്ക് മാക്സിമം എണ്ണത്തിനിളക്കി ഇട്ടിട്ടുണ്ട്. കൊള്ളാത്തത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഉണങ്ങിയിട്ട് പിന്നെ വിരിച്ചിടുള്ളൂ, അല്ലെങ്കിൽ ആ ട്രിപ്പിൽ അലക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്തു പോകണത് കേട്ടോ. പുറത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ഓടിപ്പോയി എടുക്കാനായിട്ട് ചിലപ്പോൾ മറന്നു പോകും ഞാൻ. അപ്പോൾ അതുകൊണ്ട് പുറത്തിട്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. മാക്സിമം ഇങ്ങനെ എന്താ പറയുക, അതിലേക്കുള്ള ആ ഒരു തുണികൾ ഞാൻ അലക്കി എടുക്കുള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വയ്യാത്ത കാരണം എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റണില്ല. മെയിനായിട്ട് കുക്കിംഗ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. വീടിനൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശരിക്കും പറ്റാറില്ല. പിന്നെ ചന്തോട്ടെ സ്കൂളിലെ യൂണിഫോമും അങ്ങനെയുള്ള നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ പുറത്ത് കല്ലിൽ അലക്കാട്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. കാരണം നമുക്കിനിയിപ്പോൾ ചായ വെക്കേണ്ട ടൈമായി. അപ്പോൾ ചായ കൂടി കഴിയുമ്പോൾ ആ പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ഇത് ഒഴിവാക്കണതാണ് കേട്ടോ ഞാൻ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ച് തരാട്ടോ ഒരു വീഡിയോ ആയിട്ട്. ചായയുടെ ടൈമായപ്പോൾ ചായ വെക്കേണ്ടത് തന്നെ പലതരത്തിലാണ് കേട്ടോ. അപ്പോൾ ചന്തൂട്ടന് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. പിന്നെ പാല് കുറച്ച് ഇരിക്കണോണ്ട് പിന്നെ ഞാൻ തേജുവിനോട് ചോദിച്ചു പാല് കുടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവന് പാല് കാച്ചാന്ന് വെച്ചു കേട്ടോ. എനിക്കാണെങ്കിലും പാൽ ചായ കുടിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് നമുക്ക് ഇരിക്കണ പാല് ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാപ്പി ഇടാന്ന് വെച്ചു. ചന്തൂട്ടിന് ചായ ഇട്ടു. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ അങ്ങോട്ട് റെഡിയാക്കിയിട്ടാണ്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് അടിച്ചു വരൽ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വയ്യാത്ത കാരണം. അപ്പം അതുകൊണ്ട് ഇന്നൊന്ന് തുടച്ചൊന്ന് നീറ്റാക്കി ഇടണമെന്ന് വെച്ചിട്ടിരിക്കണേ. അപ്പം ചായ കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങ് അതിലേക്ക് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇവർ രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ വീട് എന്താ പറയുക സൂക്ഷിച്ചു കൊണ്ട് നടക്കുക ഇത്തിരി പാടാട്ടാ. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച പോലും ഒന്നും ആവില്ല വീട്ടിലെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവരുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്തായാലും അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങാൻ വെച്ചു. കാരണം എനിക്ക് ചെയ്യാനുള്ളൊരു മൂഡ് വരുന്നില്ലായിരുന്നു. പിന്നെ മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ യൂണിഫോമൊക്കെ ഒന്ന് കഴുകിയിട്ടതായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. നല്ല കാറ്റും വീശി. അതുകൊണ്ട് തന്നെ മുറ്റൊക്കെ നല്ല പോലെ നനഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ ചന്തൂരിനും തേച്ചൂടിനും പുറത്ത് കളിക്കണ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ വേഗം തുടച്ചു. പിന്നെ അത്യാവശ്യം ഇവിടെയൊക്കെ നന്നായിട്ട് ഇവർ പിടിച്ച് തുറന്നതിൻ്റെ നന്നായി വടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ്. ഇവരെപ്പോഴും ഇത് തുറന്ന് പിടിച്ച് ഇതിനുള്ളിലത്തെ എല്ലാ വക സാധനങ്ങളും എടുത്തിറക്കും. ഇവിടെ ഒരു കോഴിയുണ്ട്. ആ കോഴിയാണ് ഈ കൂവിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നാൽ ഈ കോഴി തന്നെ പണി കിട്ടാം. എന്നോട് എന്തോ ശത്രുതയുള്ള പോലെയാണ് അത് കൂവിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ വട്ടമായി ഇങ്ങനെ ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് വയ്യനി. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ വേഗം വന്ന് കുളിച്ച് വിളക്ക് കത്തിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിക്കണം നേരമായപ്പോൾ പിന്നെ നമ്മളെ സന്ധ്യയ്ക്ക് അവിടെ ഞാൻ ടി വിയിലെ പാട്ട് വയ്ക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഭയങ്കര കൊതുവാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ മറ്റേ സംഭവമൊക്കെ കത്തിച്ച് വെച്ചു. സാമ്പ്രാണിയും ഒക്കെ കത്തിച്ച് അങ്ങോട്ട് വെക്കും കേട്ടോ. അങ്ങനെ സാഹിത്യനാണെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ വരാൻ ഇത്തിരി ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം വിളക്കൊക്കെ കത്തിച്ച് എന്താ പറയുക അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഒരു കൊറിയർ പിന്നെയും വന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിലെ ടേബിളിൻ്റെ ഷീറ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടേക്ക് ഡെലിവറി ഇല്ലാണ്ട് അതിങ്ങനെ കുറച്ച് നാളായി. ഞാനത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ടേബിൾ ഷീറ്റ് 4 സീറ്ററിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ തൽക്കാലത്തേക്ക് അത് അന്ന് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. ആ ടേബിൾ വെറുതെ കേടാക്കി കളയണ്ടല്ലോ. ഈ വീട്ടിലേക്ക് മാറിയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ കുഞ്ഞു ടേബിൾ വാങ്ങിയത്. അപ്പോൾ ഇത്
നമുക്ക് ഫുഡ് കഴിക്കാനായാലും അയൺ ചെയ്യാനായാലും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഞാൻ അയൺ ചെയ്യുന്ന ടൈമിൽ ഈ തുണിയൊന്ന് വിരിച്ചു കൊടുക്കും. അപ്പോൾ അല്ലാത്ത ടൈമിൽ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും. അപ്പോൾ അത് വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ, മുകളിലൊരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സേഫായിട്ട് നീറ്റായിട്ട് അത് ഇരുന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ആ സൈഡിൽ വർക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു ലേസ് വർക്ക് പോലെ അതിൻ്റെ അരികിലൊക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഒരു ഫ്ലവർ വേസ് ഞാൻ നോക്കി, പക്ഷേ ഫ്ലവർ വേസ് ഉണ്ടായിരുന്നില്ല. തൽക്കാലം കിട്ടിയത് ഇതായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കേട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ, ബൈ.